നമസ്കാരം. പ്രവാസി ലോകത്തെ 50 പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി സർവ്വവാർത്ത തുടങ്ങുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ UAE-യിൽ പ്രയാസപ്പെടുന്ന പ്രവാസി മലയാളികളെ സൗജന്യമായി നാട്ടിലെത്തിച്ച് കൈരളി TV കൈകോർത്ത് പദ്ധതിയുടെ ഭാഗമായി 217 പേരെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ എത്തിച്ചു. വിദേശത്ത് കോവിഡ് പ്രതിസന്ധിയിൽ പ്രയാസപ്പെടുന്ന പ്രവാസി മലയാളികളെ പൂർണ്ണമായും സൗജന്യമായി നാട്ടിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ചാർട്ടേഡ് വിമാനമാണ് കൈരളി TVയുടേത്. നാട്ടിലേക്ക് മടങ്ങാൻ പോലും വഴിയില്ലാതെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന അർഹരായ ആളുകളെയാണ് ഈ വിമാനത്തിൽ കൊണ്ടുവന്നത്. ജോലി നഷ്ടപ്പെട്ടവർ, വിസിറ്റ് വിസയിലെത്തി അവിടെ കുടുങ്ങിയവർ, പ്രായാധിക്യവും മറ്റ് അസുഖങ്ങളും മൂലം പ്രയാസപ്പെടുന്നവർ, ഗർഭിണികൾ തുടങ്ങിയവരെയാണ് നാട്ടിലേക്ക് എത്തിച്ചത്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന പ്രവാസി മലയാളികളെ നാട്ടിലെത്തിച്ച കൈരളി TVയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് ഗൾഫ് മാധ്യമങ്ങൾ. UAE-യിലെ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ഗൾഫ് ന്യൂസ് വലിയ പ്രാധാന്യത്തോടെയാണ് കൈരളി TVയുടെ ഈ സംരംഭത്തെ വിലയിരുത്തിയത്. വിശദമായ റിപ്പോർട്ടാണ് ഗൾഫ് ന്യൂസ് നൽകിയത്. ദുരിതകാലത്ത് പ്രവാസികൾക്ക് കൈത്താങ്ങായ കൈരളി TVയുടെ സാമൂഹിക പ്രതിബദ്ധതയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ആദ്യമായാണ് ഗൾഫിൽ നിന്ന് തീർത്തും സൗജന്യമായി ചാർട്ടേഡ് വിമാനത്തിൽ പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കുന്നത്. കൈരളി TV ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും നേതൃത്വം കൊടുക്കുന്ന ഈ ഉദ്യമം അങ്ങേയറ്റം പ്രയാസത്തിലായ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. പൗരന്മാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി കുവൈറ്റ്. അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾ, പഠനാവശ്യങ്ങൾ, വിദേശികളായ ജീവിത പങ്കാളികൾ, കുവൈറ്റിന് പുറത്തുള്ള പൗരന്മാർ തുടങ്ങിയവർക്കാണ് ആഭ്യന്തര മന്ത്രാലയം യാത്രാ ഇളവുകൾ അനുവദിച്ചത്. സൗദിയിൽ കോവിഡ് സുഖപ്പെട്ടവരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. 2213 രോഗികൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ സുഖം പ്രാപിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ 1,01,130 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 15,76,012, മരണസംഖ്യ 1,267 ഉയർന്നു. ഖത്തറിൽ സ്വകാര്യ ആശുപത്രികൾക്കും ഇനി മുതൽ സ്വാബ് ടെസ്റ്റിന് അനുമതി നൽകി ഖത്തർ ആരോഗ്യ പൊതുജന മന്ത്രാലയം. നടപടി സ്വകാര്യ മേഖലയും ആയുള്ള പങ്കാളിത്തത്തോടെ രാജ്യത്തെ കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് പ്രാഥമിക പരിശോധനകൾക്കായി ശേഖരിക്കുന്ന സ്രവങ്ങൾ പരിശോധനകൾ നടത്തുക ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ലാബിൽ ആയിരിക്കുമെന്നും അധികൃതർ. സൗദിയിൽ കോവിഡ് ബാധിച്ച് 4 മലയാളികൾ കൂടി മരിച്ചു. ദമാമിൽ മലപ്പുറം പൊന്നാനി സ്വദേശി കുളപ്പുറത്തിങ്ങൽ സത്യാനന്ദൻ, മക്കയിൽ മലപ്പുറം പന്തലൂർ സ്വദേശി മദാരി പുതുവീട്ടിൽ അബ്ദുൽ കരീം, ദമാമിൽ കൊല്ലം തെന്മല ഒറ്റക്കൽ സ്വദേശി സുനിൽകുമാർ പുരുഷോത്തമൻ, റിയാദിൽ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മരുതുങ്ങൽ മുഹമ്മദ് ഷൈജൽ എന്നിവരാണ് മരിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന എല്ലാ ആരോഗ്യ സേവനങ്ങളും UAE ആരോഗ്യ മന്ത്രാലയം പുനരാരംഭിച്ചു. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം സേവനങ്ങൾ വീണ്ടും തുടങ്ങിയതെന്ന് അധികൃതർ അറിയിച്ചു. ചില നിബന്ധനകൾക്കനുസരിച്ച് അടിയന്തര ശസ്ത്രക്രിയകൾ നടത്താനുള്ള അനുവാദം ആശുപത്രികൾക്ക് നൽകും. കോവിഡ് വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യമൊട്ടാകെ ആരോഗ്യ പരിശോധനകളും റാൻഡം സ്വാബ് ടെസ്റ്റുകളും ആരംഭിച്ചതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. പ്രതിദിനം 120 മുതൽ 250 വരെ പേരെ വ്യത്യസ്ത താമസസ്ഥലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്താണ് ടെസ്റ്റുകൾ നടത്തുക. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെയാണ് വീടുകളിൽ സന്ദർശനം നടത്തി പരിശോധന നടത്തുകയെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 23 മുതൽ ഖത്തറിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ പ്രവാസികൾക്കായുള്ള കോൺസുലർ സേവനങ്ങൾ പുനരാരംഭിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ കോൺസുലർ സേവനങ്ങൾക്കായി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കണം എന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 7 മുതൽ ദുബായ് വിനോദസഞ്ചാരികളെ സ്വീകരിച്ചു തുടങ്ങും. ദുബായ് വിമാനത്താവളത്തിലെത്തുന്ന സന്ദർശകർ അടുത്തിടെ ടെസ്റ്റ് നടത്തി ലഭ്യമായ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം. UAE-യിലെ സാംസ്കാരിക സാമൂഹിക കൂട്ടായ്മയായ ഓർമ്മയുടെ നേതൃത്വത്തിൽ ചാർട്ടേഡ് വിമാനത്തിൽ 183 പ്രവാസി മലയാളികളെ സൗജന്യമായി നാട്ടിലെത്തിച്ചു. ദുബായിൽ നിന്ന് കണ്ണൂരിലേക്കാണ് വിമാനം ചാർട്ടർ ചെയ്തത്. ഇതാദ്യമായാണ് ഒരു സാംസ്കാരിക സാമൂഹിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗൾഫിൽ നിന്ന് സൗജന്യമായി ചാർട്ടേഡ് വിമാനത്തിൽ പ്രവാസി മലയാളികളെ നാട്ടിലേക്ക് എത്തിച്ചത്. ഓർമ്മ പ്രവർത്തകരുടെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് യാത്ര യാഥാർത്ഥ്യമായത്. കൂടുതൽ പ്രവാസി മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഓർമ്മ പ്രവർത്തകർ അറിയിച്ചു.
ഒമാനിൽ രാജ്യത്ത് കോവിഡ് ബാധിതരിൽ കൂടുതലും പ്രവാസികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം. ആകെ കോവിഡ് ബാധിതരിൽ 60% പ്രവാസികളാണ്. കോവിഡ് ബാധിച്ച് മരിക്കുന്ന പ്രവാസികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ബഹ്റൈനിൽ അടുത്ത മാസം 1 ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരും. പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഓഗസ്റ്റ് വരെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെയാണ് വിശ്രമം. കൊടും ചൂടിൽ നിന്ന് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്നതിനൊപ്പം അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കമ്പനികൾ ശ്രദ്ധിക്കണമെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ ജൂലൈ അവസാനത്തോടെ പ്രതിദിനം രാജ്യത്ത് 30,000-ലേറെ പ്രാഥമിക പരിശോധനകൾക്കായി അഹമ്മദ് ലബോറട്ടറി സജ്ജീകരിക്കുമെന്ന് അധികൃതർ. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി PCR ടെസ്റ്റുകൾക്കായി ലബോറട്ടറികൾ വികസിപ്പിക്കുമെന്ന് ലബോറട്ടറി വിഭാഗം തലവൻ ഡോക്ടർ ഇനാസ് അൽ കുവാരി അറിയിച്ചു. കരിപ്പൂരിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ സ്വർണ്ണക്കടത്ത്. 2 വിമാനങ്ങളിലെത്തിയ 4 പേർ കസ്റ്റംസ് ഇന്റലിജൻസിന്റെ പിടിയിൽ. ഇന്ന് പുലർച്ചെ ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ യാത്രക്കാരൻ കടത്തിയത് 1.25 കിലോ സ്വർണം. സ്വർണം കടത്തിയത് അടിവസ്ത്രത്തിലാക്കി മിശ്രിത രൂപത്തിൽ. ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബായ് വിമാനത്തിലെ 3 യാത്രക്കാരും പിടിയിൽ. 3 പേരിൽ നിന്നായി മിശ്രിത രൂപത്തിലാക്കിയ 1.25 കിലോ സ്വർണവും പിടികൂടിയിട്ടുണ്ട്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ രാജ്യത്തിനകത്തേക്ക് യാത്രക്കാരെ സ്വീകരിക്കാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ. എന്നാൽ വിമാന സർവീസുകൾക്കായുള്ള അനുമതിക്ക് സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശം ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ മന്ത്രിസഭയുടെയും ആരോഗ്യ അധികാരികളുടെയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും കുവൈറ്റ് അധികൃതർ അറിയിച്ചു. പന്ത്രണ്ട് സ്വദേശികളും ഒരു വിദേശിയും ഉൾപ്പെടെ 13 പേർ കർഫ്യൂ ലംഘനത്തിന് കുവൈറ്റിൽ അറസ്റ്റിലായി. അഹമ്മദി ഗവർണറേറ്റിലാണ് ഏറ്റവും അധികം നിയമലംഘകർ അറസ്റ്റിലായത്. കർഫ്യൂ ലംഘകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നിയമ നടപടികളെടുക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ദുബായിൽ നിന്ന് പുറത്തേക്കോ രാജ്യത്തിനകത്തേക്കോ യാത്ര ചെയ്യുന്ന പൗരന്മാർക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമായി പുതിയ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചു. കൊറോണ വൈറസ് ആരംഭിച്ചതു മുതൽ ലോകമെമ്പാടും കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ യാത്രാ പദ്ധതികൾ പുനരാരംഭിക്കാൻ പുതിയ പ്രഖ്യാപനം സഹായകമാകും. അതാത് രാജ്യങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ ജൂൺ 23 ചൊവ്വാഴ്ച മുതൽ പൗരന്മാർക്കും താമസക്കാർക്കും ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകാൻ അനുവദിക്കും. ഷാർജയിൽ സിനിമാ തിയേറ്ററുകൾ, ബീച്ചുകൾ, പാർക്കുകൾ, നീന്തൽക്കുളങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തനം ആരംഭിക്കുന്നു. ബുധനാഴ്ച മുതൽ ഇവ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങും. സാമ്പത്തിക ടൂറിസം മേഖലകൾ പുനരാരംഭിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എമർജൻസി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് ടീം ഈ തീരുമാനം എടുത്തത്. അബുദാബിയിൽ ജൂലൈ 1 മുതൽ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഫീസ് വീണ്ടും പ്രാബല്യത്തിൽ വരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 3 മാസം പാർക്കിംഗ് ഫീസ് അബുദാബിയിൽ ഒഴിവാക്കിയിരുന്നു. സുരക്ഷാ നടപടികളുടെ ഭാഗമായി പാർക്കിംഗ് കാർഡ് മെഷീൻ അണുവിമുക്തമാക്കുമെങ്കിലും ഓൺലൈനായോ SMS വഴിയോ ഫീസ് അടയ്ക്കുന്ന രീതി ജനങ്ങൾ പിന്തുടരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ബഹ്റൈനിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപക ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അടുത്ത മാസം 1 ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം ആരംഭിച്ചത്. തൊഴിലാളികൾക്ക് ബ്രോഷറുകളും കൈപ്പുസ്തകങ്ങളും വിതരണം ചെയ്തു. ശില്പശാലകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഖത്തറിലെ ലോകകപ്പ് പൂർത്തിയാക്കിയ ശേഷം എഡ്യൂക്കേഷൻ സ്റ്റേഡിയം ഖത്തറിലെ പ്രധാനപ്പെട്ട 2 സ്കൂളുകളുടെ ആസ്ഥാനമായി മാറ്റുമെന്ന് അധികൃതർ. അക്കാദമിയാറ്റി, ഖത്തർ അക്കാദമി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ സ്കൂളുകളുടെ ആസ്ഥാനങ്ങൾക്കാകും സ്റ്റേഡിയത്തിലേക്ക് മാറ്റുക. ജൂലൈ 7 മുതൽ വിദേശത്തു നിന്നുള്ള സന്ദർശകരെയും വിനോദസഞ്ചാരികളെയും സ്വാഗതം ചെയ്യുന്നതായി ദുബായ്. ഷൈഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിലുള്ള ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സുപ്രീം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഷാർജയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും 30% പരാതിക്കാരെ സ്വീകരിച്ചു തുടങ്ങിയെന്ന് അധികൃതർ. എല്ലാ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ചാകും നടപടികളെന്ന് പോലീസ് അറിയിച്ചു. കോവിഡ് പ്രതിസന്ധി മൂലം അടച്ച പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. സൗദിയിൽ ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമായി. രാവിലെ 7 മുതൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത അനുപാതത്തിലായിരുന്നു സൂര്യഗ്രഹണം ദൃശ്യമായി. ബഹ്റൈനിൽ കോവിഡ് ആരോഗ്യ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ബ്യൂട്ടി സലൂണുകൾക്കെതിരെ നടപടി ശക്തമാക്കിയ അധികൃതർ. ആരോഗ്യ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച ബ്യൂട്ടി സലൂണുകൾ അധികൃതർ അടപ്പിച്ചു. 23 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിയമങ്ങൾ പാലിക്കാത്തവർക്ക് 1000 ദിനാറാണ് പിഴ.
ഖത്തറിലെ എല്ലാ സമുദ്ര സഞ്ചാരങ്ങളും നിർത്തിവെക്കാൻ ഖത്തർ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് ശക്തമായ കാറ്റടിക്കാനും തൽഫലമായി കടലിൽ തിരമാലകൾ 6 അടി മുതൽ 9 അടി വരെ ഉയരുവാനും സാധ്യത ഉള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ സ്വദേശികൾക്കിടയിൽ രോഗബാധ കൂടുന്നത് രാജ്യത്തെ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സലഹ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ള ഗുണപരമായ ഫലം ലഭിക്കാത്തതുകൊണ്ട് സർക്കാർ പൊതുമേഖലയിലെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് പല വകുപ്പുകളും നീട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ സന്നദ്ധ പ്രവർത്തകർ 40,000 മാസ്കുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകി. സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായാണ് മാസ്കുകൾ നിർമ്മിച്ചു നൽകിയത്. ഇതിനായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സാമൂഹിക കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. മാസ്ക് നിർമ്മിക്കാനുള്ള തുണിയും മറ്റു സാമഗ്രികളും മന്ത്രാലയമാണ് നൽകുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായി വിസ ചട്ടലംഘകർ ഉൾപ്പെടെ 92,000 വിദേശ പൗരന്മാർ 600 വിമാനങ്ങളിലായി രാജ്യം വിട്ടതായി സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കാനായി വിമാന സർവീസ് അനുവദിക്കാൻ വിവിധ എംബസികളിൽ നിന്നുമുള്ള അഭ്യർത്ഥനകൾക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ അനുമതി നൽകാറുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മൻസൂർ അൽ ഹാഷ്മി അറിയിച്ചു. ലോകത്താകെ അനുദിനം കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 1.5 ലക്ഷത്തിന് മുകളിൽ. ഇതുവരെ 90 ലക്ഷം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 48 ലക്ഷം പേർ രോഗമുക്തരായി. തീരപ്രദേശത്തു നിന്ന് കുറഞ്ഞത് 35 കിലോമീറ്റർ അകലെ ഫ്ലോട്ടിംഗ് ബഹിരാകാശ പോർട്ടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങി സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് എക്സ്. ഇത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ വിക്ഷേപിക്കാനും ഭൂമിക്ക് ചുറ്റുമുള്ള ഹൈപ്പർസോണിക് യാത്രകൾ എന്നിവയ്ക്കും ഉപയോഗിക്കും. വെള്ളത്തിനടിയിൽ കുഴിച്ച തുരങ്കങ്ങൾ വഴി ഫ്ലോട്ടിംഗ് ബഹിരാകാശ വാഹനങ്ങൾ വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശം. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നടപടികളുമായി വിവിധ രാജ്യങ്ങൾ. 3 മാസത്തെ ലോക്ഡൌണിന് ശേഷം സ്പെയിൻ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികൾക്കായി അതിർത്തികൾ തുറന്നു. ബ്രിട്ടനിലെ നിയന്ത്രണ ഇളവുകൾ ഈ ആഴ്ച പ്രഖ്യാപിക്കും. ഇറാഖിലെ പ്രമുഖ ഫുട്ബോൾ താരം അഹമ്മദ് റാദി കോവിഡ് ബാധിച്ച് മരിച്ചു. 56 വയസ്സായിരുന്നു. ബാഗ്ദാദിലെ ആശുപത്രിയിൽ ഒരാഴ്ച മുൻപാണ് കോവിഡ് ബാധിച്ച് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് എത്തിച്ചത്. റാദിയുടെ മരണത്തിൽ ഫിഫ ദുഃഖം രേഖപ്പെടുത്തി. ബക്ഷറിലെ റീഡിംഗ് പട്ടണത്തിലെ ഫോബറി ഗാർഡൻസ് പാർക്കിൽ ശനിയാഴ്ച രാത്രി 3 പേരുടെ മരണത്തിനിടയാക്കിയ കത്തിക്കുത്ത് ഭീകരാക്രമണമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കത്തിക്കുത്ത് നടത്തിയ ലിബിയൻ വംശജനായ 25-കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. സായാഹ്നം ചെലവഴിക്കാനെത്തിയവർക്കിടയിലേക്ക് കത്തിയുമായി പാഞ്ഞുകയറിയ ആക്രമി തലങ്ങും വിലങ്ങും ആക്രമിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശൈത്യമേറിയ പ്രദേശങ്ങളിലൊന്നായ റഷ്യയിലെ സൈബീരിയയിൽ കാട്ടുതീ വ്യാപകമായതോടെ അന്തരീക്ഷ താപനില അസാധാരണമായി ഉയർന്നു. സൈബീരിയൻ പട്ടണമായ വെർഖോയാൻസ്കിൽ ശനിയാഴ്ച രേഖപ്പെടുത്തിയത് 38 ഡിഗ്രി സെൽഷ്യസ്. 1300 പേർ മാത്രം വസിക്കുന്ന ഈ പട്ടണം ലോകത്തിലെ ഏറ്റവും ശൈത്യമേറിയ ഇടമായി ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചിരുന്നതാണ്. നേപ്പാളിൽ കസ്റ്റഡി മരണങ്ങൾ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ജൂൺ 10 മരിച്ച യുവാവിന്റെ മരണത്തോടെയാണ് പോലീസ് കസ്റ്റഡിയിലെ ക്രൂരകൃത്യങ്ങൾ പുറത്തുവരുന്നത്. 2015 മുതൽ 2020 വരെ നേപ്പാളിൽ 18ഓളം പേരാണ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത്. രാജ്യത്തേക്കുള്ള തൊഴിൽ വീസകൾ നിയന്ത്രിക്കാനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പുവച്ചേക്കും. യുഎസിലേക്ക് പുതുതായി അപേക്ഷിക്കുന്ന H1B, H2B, L1, J1 വീസകളാണ് താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരെ പുതിയ പരിഷ്കാരം ബാധിക്കില്ല. H1B വിസയിൽ സമൂല പരിവർത്തനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ബിൽ കഴിഞ്ഞ മാസം US കോൺഗ്രസിൽ അവതരിപ്പിച്ചിരുന്നു. ഒമാനിൽ 350 കിലോ മയക്കുമരുന്നും സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളും കൈവശം വച്ചിരുന്നയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിക്കപ്പെട്ട ഏഷ്യൻ വംശജൻ രാജ്യത്തിനകത്ത് മയക്കുമരുന്ന് വിൽക്കുന്നതിനും ഒപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് ഇവ കടത്തുന്നതിനും പദ്ധതിയിട്ടിരുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മയക്കുമരുന്ന് കൈവശം വച്ചിരുന്ന ഏഷ്യൻ വംശജനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ലോകാരോഗ്യ സംഘടന. 24 മണിക്കൂറിനിടെ 1,83,000 പുതിയ കേസുകളാണ് ലോകമെമ്പാടുമായി റിപ്പോർട്ട് ചെയ്തത്.
ഇന്നലെ ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്നലെ മാത്രം 54,771 പേർക്കാണ് പുതുതായി ബ്രസീലിൽ രോഗം ബാധിച്ചത്. ടിക്ടോക്കിലും ഒരു കൈ പരീക്ഷിച്ച് ഷാർജ പോലീസ്. ഷാർജ പോലീസ് എന്ന പേരിലാണ് ടിക്ടോക്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് എന്നിവയിൽ സജീവമാണ് ഷാർജ പോലീസ്. പോലീസ് ഇടപെടലുകൾ ഉയർത്തിക്കാട്ടുന്നതിനും വീഡിയോകളിലൂടെ അവബോധവും സുരക്ഷാ സന്ദേശങ്ങളും കൈമാറാനുമാണ് പോലീസിന്റെ ലക്ഷ്യം. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവല്ലെന്നും നിസ്സഹായനായ ഇടതുപക്ഷത്തിന്റെ ഒരു കളിപ്പാവ് മാത്രമാണെന്നും ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ ജയിക്കുകയാണെങ്കിൽ ഭരണം നടത്തുന്നത് അക്രമികളും കവർച്ചക്കാരും കൊള്ളിവയ്പ്പുകാരുമെന്നും ട്രംപ് ആരോപിച്ചു. നാവികശക്തിയിൽ ഇന്ത്യയെ പിന്നിലാക്കാൻ മ്യാൻമറിൽ നിന്ന് വാങ്ങിയ കോക്കോ ദ്വീപുകളിൽ വ്യോമ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച് ചൈന. ഇവിടെ നിന്ന് നിരീക്ഷിച്ചാൽ ആൻഡമാനിൽ ഇന്ത്യയുടെ വ്യോമ നാവിക താവളങ്ങളിലെ നീക്കങ്ങൾ മനസ്സിലാക്കാനാകുമെന്ന് റിപ്പോർട്ടുകൾ. ജർമ്മനിയിൽ കാലങ്ങൾക്ക് ശേഷം ലെനിന്റെ പ്രതിമ വീണ്ടും ഉയർന്നു. ജർമ്മനിയിലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഗെൽസൻകിർക്കനിലെ പാർട്ടി ആസ്ഥാനത്താണ് പ്രതിമ സ്ഥാപിച്ചത്. ലെനിന്റെ പ്രതിമ സ്ഥാപിക്കാനായത് വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ്. കോവിഡ്-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ പിൻവലിച്ച് സ്പെയിൻ. ടൂറിസ്റ്റുകൾക്കായി രാജ്യം തുറന്നുകൊടുക്കും. പ്രതിവർഷം 8 കോടി വിനോദസഞ്ചാരികൾ സ്പെയിനിൽ എത്താറുണ്ട്. രാജ്യത്തിന്റെ GDPയുടെ 12% ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ്. കോവിഡ് വ്യാപനം തടയാൻ കർശന ലോക്ക്ഡൌൺ ആണ് സ്പെയിനിൽ നടപ്പാക്കിയിരുന്നത്. മാർച്ച് 14 രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. രോഗവ്യാപനം നിയന്ത്രണ വിധേയമായെന്ന വിലയിരുത്തലിലാണ് ഇളവുകൾ അനുവദിച്ചത്. മിനിയാപോളിസിൽ നടന്ന വെടിവയ്പിൽ ഒരാൾ മരിച്ചു. 10 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്ന് പോലീസ്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്ന് വിട്ടുനിൽക്കണമെന്ന് പോലീസ് നിർദ്ദേശം. ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകം നടന്നയിടത്തു നിന്ന് 5 കിലോമീറ്റർ മാറിയാണ് വെടിവയ്പുണ്ടായത്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ബൗളർമാരിൽ ഒരാളായിരുന്ന രജീന്ദ്ര ഗോയൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമെന്ന ബഹുമതി ഇപ്പോഴും അദ്ദേഹത്തിനാണ്. രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്ന് മാത്രമായി ഗോയൽ 637 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഹരിയാനയ്ക്ക് വേണ്ടിയും നോർത്ത് സോണിന് വേണ്ടിയുമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചത്. കൊൽക്കത്തയിലെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സ്പാനിഷ് ലാലിഗയിൽ റയൽ സോസിഡാഡിനെതിരെ 2-1 ജയത്തോടെ ലാലിഗ കിരീട പോരാട്ടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് റയൽ മാഡ്രിഡ്. ജയത്തോടെ ബാഴ്സലോണയെ മറികടന്ന റയൽ ലാലിഗയിൽ ഒന്നാമതെത്തി. ഇരു ടീമുകൾക്കും ഒരേ പോയിന്റാണെങ്കിലും നേർക്കുനേരെയുള്ള പോരാട്ടങ്ങളിലെ മുൻതൂക്കമാണ് റയലിനെ ഒരുപടി മുന്നിലെത്തിച്ചത്. സൗരവ് ഗാംഗുലിയുടെ സഹോദരൻ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയുമായിരുന്ന സ്നേഹാശിഷ് ഗാംഗുലിയുടെ ഭാര്യയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ബംഗാൾ ആരോഗ്യ വകുപ്പാണ് വിവരം പുറത്തുവിട്ടത്. അതേസമയം സ്നേഹാശിഷ് ഗാംഗുലിക്കും കോവിഡ് ബാധിച്ചെന്ന വാർത്ത തെറ്റാണെന്ന് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ബൾഗേറിയയിൽ ടെന്നീസ് താരം ഗ്രിഗർ ദിമിത്രോവിന് കോവിഡ്. താരം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ വിവരം വെളിപ്പെടുത്തിയത്. ഒരാഴ്ച മുൻപാണ് ഗ്രിഗർ ദിമിത്രോവ് ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനോടൊപ്പം സൗഹൃദ മത്സരം കളിച്ചത്. ബെൽഗ്രേഡിൽ നടന്ന അഡ്രിയ ടൂർണമെന്റിൽ ഗ്രിഗർ ദിമിത്രോവ് കളിച്ചിരുന്നു. 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച്, 3-ാം നമ്പർ താരം ഡൊമിനിക് തീം, 17-ാം നമ്പർ താരം അലക്സാണ്ടർ സവറേവ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നു. പ്രവാസി സർവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.